ഹായ് കൂട്ടുകാരെ, ഏവർക്കും നമസ്കാരം. +1 തുല്യതയുടെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പഠിതാക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കിളിക്കൊഞ്ചൽ എന്ന പാഠഭാഗമാണ്. ഡോക്ടർ എം ലീലാവതിയുടെ കിളിക്കൊഞ്ചൽ എന്ന പാഠഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഡോക്ടർ എം ലീലാവതിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ട് പാഠഭാഗത്തേക്ക് പോവാം. പുതിയ നിരൂപണ രീതികളിലൂടെ ആസ്വാദനത്തിൻ്റെ പുതിയ മേഖലകൾ തുറന്നു നൽകിയ നിരൂപകയാണ്. 1927 സെപ്റ്റംബർ 16 തൃശ്ശൂർ ജില്ലയിലാണ് ജനിച്ചത്. വിവിധ ഗവൺമെൻറ് കോളേജുകളിൽ അധ്യാപികയായും വകുപ്പ് അധ്യക്ഷയായും സേവനമനുഷ്ഠിച്ച ലീലാവതി തലശ്ശേരി ബ്രണ്ണൻ കോളേജ് പ്രിൻസിപ്പലായി വിരമിച്ചു. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ലളിതാംബിക അന്തർജന അവാർഡ്, വള്ളത്തോൾ അവാർഡ്, ബഷീർ അവാർഡ്, പത്മശ്രീ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം എന്നിങ്ങനെ അനേകം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. വർണ്ണരാജി, കവിതാധുനി, കവിതാ സാഹിത്യ ചരിത്രം, നവരംഗം തുടങ്ങി നിരവധി നിരൂപണ ഗ്രന്ഥങ്ങൾ കൈരളിക്ക് സമ്മാനിച്ച് ഇന്നും എഴുത്ത് തുടരുന്നു. കിളിക്കൊഞ്ചൽ എന്ന കവിതയിൽ ജനക മഹാരാജാവിൻ്റെ പുത്രിയായ സീതയുടെ കൊഞ്ചലിലൂടെ അമ്മയുടെ ആനന്ദാതിരേകത്തെ, അതായത് സന്തോഷാധിക്യത്തെ ഹൃദയസ്പർശിയായി വള്ളത്തോൾ ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ കിളിക്കൊഞ്ചൽ എന്ന കവിത എഴുതിയിരിക്കുന്നത് വള്ളത്തോളാണ്. ആ കൃതിയെ അതിൻ്റെ ഗുണദോഷ വശങ്ങളെ, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും സന്തോഷം പകരുന്ന, അല്ലെങ്കിൽ നമുക്ക് വായിച്ച് ആസ്വദിക്കാൻ ഹൃദയസ്പർശിയായിട്ടുള്ള അതിൻ്റെ തലങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നിരൂപണ ദൃഷ്ട്യ ഡോക്ടർ എം ലീലാവതി നമ്മളോട് പങ്കുവയ്ക്കുന്നത്. അമ്മയ്ക്ക് മാത്രമല്ല, കാണുന്നവർക്കൊക്കെ ഉമ്മ വച്ച് ആനന്ദിക്കാൻ തോന്നുന്ന ശൈശവ കോമളതയാണ് സീതയ്ക്ക്. കാറ്റിൽ പറക്കുന്ന പൂവ് പോലെയും ഉദ്യാനത്തിൽ പാറിപ്പറന്ന് നടക്കുന്ന പൂമ്പാറ്റ പോലെയും ആരെയും കൊതിപ്പിക്കുന്ന അവളുടെ ലാവണ്യ ഭംഗി, ആ സൗന്ദര്യം വർണ്ണനകൾക്കും അതീതമാണ്. വാക്കുകളെ കൊണ്ട് വർണ്ണിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് കിളിക്കൊഞ്ചൽ എന്ന പഠനത്തിൽ ഡോക്ടർ എം ലീലാവതി എടുത്തു പറയുന്നത്. അതായത് ആ കിളിക്കൊഞ്ചൽ എന്നുള്ള കവിതാഭാഗം, ആ കവിത എഴുതിയിരിക്കുന്ന വള്ളത്തോളാണ്. കുട്ടിയായ സീതയെയാണ് അതിൽ വർണ്ണിച്ചിരിക്കുന്നത്. ആ വർണ്ണനയും വള്ളത്തോളിൻ്റെ രചനാരീതിയും ഒക്കെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നൊക്കെ എടുത്ത് നമ്മോട് വ്യക്തമാക്കി തരുന്നതാണ് ഡോക്ടർ എം ലീലാവതി ചെയ്യുന്നത്. പ്രേമത്തെ അനുഭൂതിയുടെ വിപുല വൃത്തത്തിൽ ഉൾക്കൊള്ളിച്ച് പൗരസ്ത്യരുടെ ശൃംഗാര സങ്കല്പത്തെ കാലദേശാദികൾക്കൊപ്പം ബാഹ്യപരിണാമങ്ങൾക്കനുസരിച്ച് രൂപപ്പെടുത്തി വ്യാഖ്യാനിക്കുന്ന ചിത്രമാണ് നാം ഇവിടെ കാണുന്നത്. ശൈശവ കോമളതയോട് മനുഷ്യനുള്ള ആകർഷണത്തിന് മനുഷ്യവർഗ ചരിത്രത്തോളം മാത്രമല്ല, ജന്തുവർഗ ചരിത്രത്തോളം പോലും പഴക്കമുണ്ട്. അതായത് കുഞ്ഞിനോട് തോന്നുന്ന വാത്സല്യം, അതിപ്പോൾ മനുഷ്യരാവാം, മറ്റ് ജാലങ്ങളാവാം, ജന്തുവർഗങ്ങളാവാം, എല്ലാറ്റിനോടുമുള്ള ആ ഒരു കൗതുകം, അല്ലെങ്കിൽ അവർ നമ്മിൽ ഉളവാക്കുന്ന ആ ആകർഷണത്വം അല്ലെങ്കിൽ ആകർഷണീയതയാണ് അതിൻ്റെ ഭംഗി ആസ്വദിക്കാനുള്ള ഒരു പ്രേരണ നമുക്ക് തരുന്നത്. അത് വളരെ പണ്ട് മുതൽക്കുള്ളതാണ് എന്നാണ് അവിടെ പറയുന്നത്. വാത്സല്യം ജന്തുവർഗത്തിൽ പോലുമുണ്ട്. ഈ സ്നേഹവാത്സല്യം, അമ്മ കുഞ്ഞിനോട് കാണിക്കുന്ന വാത്സല്യം മറ്റ് ജീവികളിലൊക്കെ മനുഷ്യർക്കുള്ളതുപോലെ തന്നെ മറ്റ് ജീവികളും അവയുടെ കുഞ്ഞുങ്ങളോട് പെരുമാറാറുണ്ട്, ആ വാത്സല്യം പ്രകടിപ്പിക്കാറുണ്ട്. വള്ളത്തോളിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ലഘു കവിതയാണ് കിളിക്കൊഞ്ചൽ. കൊച്ചു സീത പാവക്കിടാവിനെ മടിയിൽ കിടത്തി താളം പിടിച്ച് അമ്മയായി തീരുന്ന ആ മനോഹര മുഹൂർത്തത്തിൽ മൈക്കണ്ണ് ചിമ്മി സമാധിയിൽ ഗാർഗി മാതാവായി മാറുന്നു. അപ്പോൾ രാജർഷിയുടെ കൊട്ടാരത്തിൽ ആത്മീയ ചൈതന്യം കൈവന്ന പോലെയായി. ശൈശവത്തിൻ്റെ ഓരോ ഭാവവും പ്രത്യക്ഷവും പരോക്ഷവുമായി അഭിനയിച്ചു തീർക്കുകയാണ് സീത. ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ആപത്തുകളെ, വിപത്തിനെ ആത്മധൈര്യത്തോടെ നേരിടാൻ കരുത്തു നേടുകയാണെന്ന് പോലും കവി പ്രവചിക്കുന്നു. കൊട്ടാരക്കെട്ടിൻ്റെ മരച്ചില്ലയിൽ വന്നെത്തിയ 2 ഓമനത്തത്തകൾ രാമനെ കൊണ്ട് വേൾപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ ശിശുസഹജമായ ഓമനത്തത്തിൽ സീത ചോദിക്കുന്നു, എന്തിനാണമ്മേ ആ അസത്ത് കിളികൾ രാമനെ കൊണ്ടെന്നെ വേൾപ്പിക്കണമെന്ന് പറയുന്നത്? വേൾപ്പിക്കാന്ന് വെച്ചാൽ വേളി കഴിക്കുക. വേളി എന്തെന്നറിയാത്ത കുട്ടിക്ക്
തോന്നുന്ന ശിശുസഹജമായ ലാവണ്യം, മാധുര്യം, നിഷ്കളങ്കത ഇത്യാദി ഗുണവിശേഷണത്തെ ധ്വനിപ്പിക്കാൻ വേറെ പദങ്ങൾ ആവശ്യമില്ല. ശൈശവ നിഷ്കളങ്കതയുടെ പ്രകാശവും മാധുര്യവും കിളിക്കൊഞ്ചലിനെ അനുപമ സുന്ദരമായ ഒരു സൃഷ്ടിയാക്കി തീർക്കുന്നു എന്നും ലീലാവതി ടീച്ചർ അഭിപ്രായപ്പെടുന്നു. അപ്പോൾ കുട്ടികൾ വീട്ടിലുള്ളവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ഇടപഴകുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുട്ടികളുടെ ആ നിഷ്കളങ്ക ഭാവവും അടുത്തറിയുന്നവരുണ്ടെങ്കിൽ ഈ പറഞ്ഞ വരികളുടെ അർത്ഥം മനസ്സിലാവും. അതായത് കുട്ടികൾ ചെയ്യുന്ന ചെറിയ ചെറിയ വികൃതികളാണെങ്കിലും, അവർ അർത്ഥമറിയാതെ പറയുന്ന ചില വാക്കുകളാണെങ്കിലും നമ്മളിൽ ഏവരിലും ഒരു കൗതുകവും അത് കേൾക്കാനുള്ള ഒരു ഉത്സാഹവും ഒക്കെ ജനിപ്പിക്കുന്നതാണ്, സന്തോഷവും ഉളവാക്കുന്നതാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പാഠഭാഗത്തിലേക്ക് കിടക്കാം. കിളിക്കൊഞ്ചൽ. അമ്മയ്ക്ക് മാത്രമല്ലാർക്കുമേ ചെന്നെടുത്തുമ്മ വെച്ചിടുവാൻ തോന്നുമല്ലോ. ആ കിളിക്കൊഞ്ചൽ എന്ന കവിതയിലെ ഒരു വരിയാണ്. അമ്മയ്ക്ക് മാത്രമല്ല, മറ്റുള്ളവർക്കൊക്കെ കുഞ്ഞിനെ കാണുമ്പോൾ, ആ കുട്ടിയെ കാണുമ്പോൾ ചെന്നെടുത്ത് ഓമനിക്കാൻ തോന്നും. അങ്ങനെയുള്ളൊരു വാത്സല്യാതിരേകം എന്ന് വിവരിക്കാവുന്ന ശൈശവ കോമളതയാണ് വള്ളത്തോളിൻ്റെ ഒരു ചിത്രം കിളിക്കൊഞ്ചൽ, എൻ്റെ കൊച്ചുമകൾ, കാറ്റിൽ പറന്ന കവിത മുതലായ കവിതകളുടെ ബാഹ്യമായ ആകർഷണ ഹേതു. അതായത് വള്ളത്തോൾ ശബ്ദസുന്ദരൻ എന്നാണ് അറിയപ്പെടുന്നത്. ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ, ആശനാശയ ഗംഭീരൻ, ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഠ്യൻ, വള്ളത്തോൾ ശബ്ദസുന്ദരൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കേൾക്കാൻ ഇമ്പകരമായിട്ടുള്ള അല്ലെങ്കിൽ ശ്രവണ സുഭഗങ്ങളായ കവിതകൾ എഴുതുന്ന കവിയാണ് വള്ളത്തോൾ. അപ്പോൾ ഈ പറഞ്ഞ കവിതകളൊക്കെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു മനോഹാരിത, ആ വാക് പ്രയോഗത്തിലുള്ള ഭംഗി, അല്ലെങ്കിൽ ശൈശവമാണോ, നിഷ്കളങ്കതയാണോ, സ്നേഹമാണോ, വാത്സല്യമാണോ, ഏത് ഭാവത്തെയും നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ വരികളിലൂടെ ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇതാണ് ഡോക്ടർ എം ലീലാവതി പറയുന്നത്. കവിതയിൽ ദേശകാലാദികൾക്കതീതമായ മൂല്യങ്ങളില്ല എന്ന് സാധാരണ പറയാറുണ്ട്. മൂല്യങ്ങളെല്ലാം ദേശകാലാദികൾക്കൊപ്പം മാറുന്നവയാണ്. അതിനാൽ നിരുപാധിക മൂല്യമോ സനാതന മൂല്യമോ ഇല്ല എന്ന വാദം നിരാലംബമല്ല. എങ്കിലും മനുഷ്യ മനസ്സിൻ്റെ ചില മൗലിക ഭാവങ്ങൾക്ക് നിരുപാധികമോ സനാതനമോ ആയ സത്തയുണ്ട് എന്ന് അംഗീകരിക്കാതെയും തരമില്ല. നവരസങ്ങളുടെ സനാതന സത്തയെപ്പറ്റിയുള്ള ഉപദർശനത്തിൽ അടിയുറച്ചതാണല്ലോ ഭാരതീയ സാഹിത്യ ദർശനം തന്നെ. ശൈശവോന്മുഖമായ വാത്സല്യം, യൗവനനിഷ്ഠമായ രതി, മഹത്വോന്മുഖമോ ഈശ്വരോന്മുഖമോ ഗുരുജനോന്മുഖമോ ആയ ഭക്തി എന്നിവയെല്ലാം പ്രേമമെന്ന ഒരു അനുഭൂതിയുടെ വിപുല വൃത്തത്തിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് പൗരസ്ത്യരുടെ ശൃംഗാരസങ്കല്പം. കാലദേശാദികൾക്കൊപ്പം ഈ കേവല ഭാവങ്ങൾക്ക് ബാഹ്യമായ ചില പരിണാമങ്ങൾ വരാമെന്ന് തോന്നിയാൽ പോലും ആന്തരമായ ആ സത്തകൾ ഗണ്യമായി മാറുന്നില്ല. ഈശ്വരോന്മുഖമായ ഭക്തി മാഞ്ഞെന്ന് വരാം, അപ്പോഴും ഭക്തി എന്ന ഭാവം മായുമെന്ന് കരുതാൻ വിഷമമുണ്ട്. എന്തിനെയെങ്കിലും ആരാധിക്കാനുള്ള അന്തസ്ത്വര മനുഷ്യനിലുള്ളതിനാൽ ഈശ്വരൻ്റെ സ്ഥാനത്ത് അയാൾ ഒരു ജീവിച്ച നേതാവിനെയോ ജീവിക്കുന്ന നേതാവിനെയോ ഒരു തത്വശാസ്ത്രത്തെയോ ഒരു പ്രസ്ഥാനത്തെയോ ഒക്കെ പ്രതിഷ്ഠിച്ചെന്ന് വരാം. വാത്സല്യത്തിൽ ഇത്ര പോലും മാറ്റം വരികയില്ല. ശൈശവ കോമളതയോട് വളർന്ന മനുഷ്യനുള്ള ആകർഷണത്തിന് മനുഷ്യവർഗ ചരിത്രത്തോളം പോലും പഴക്കമുണ്ട്. അപത്യ സംരക്ഷണ വ്യഗ്രതയും അപത്യ സ്നേഹവും ജന്തുക്കൾക്ക് പോലും സഹജവാസനയാണ്. പ്രത്യുൽപാദന ലക്ഷ്യത്തോടു കൂടിയ രതി പോലെ അത് സർവ്വസാമാന്യവുമാണ്. സ്വന്തം കുഞ്ഞിനെ ഭക്ഷിക്കുന്ന ചില ജീവികളും സ്വന്തം ഇണയെ വിഴുങ്ങുന്ന ചില ജീവികളും ഇല്ലായ്കയില്ല. എങ്കിലും സർവ്വസാധാരണമായ സഹജാവബോധം മമതാജന്യമായ സംരക്ഷണ വ്യഗ്രതയാണ്. വാത്സല്യമെന്ന സനാതന സത്തയെ ഉന്മീലനം ചെയ്ത് ആസ്വാദക ഹൃദയത്തെ തരളിതമാക്കി തീർക്കുന്നു എന്നത് തന്നെയാണ് മുൻപറഞ്ഞ കൃതികളുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം. എപ്രകാരം ഉന്മൂലനം ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം അതിൻ്റെ ശില്പഭംഗിയിലേക്ക് നമ്മെ നയിക്കുന്നു. മുൻപറഞ്ഞ കൃതികളിൽ വെച്ച് ഏറ്റവും മികച്ചതാണ് കിളിക്കൊഞ്ചൽ. കൊച്ചു സീത പാവക്കിടാവിനെ മടിയിൽ കിടത്തി താളം പിടിച്ച് അമ്മയായിത്തീരുന്നു. ഒരു നിമിഷത്തിൽ മൈക്കണ്ണ് ചിമ്മി സമാധിയിൽ ഗാർഗിയാകുന്നു. അടുത്ത നിമിഷം രാജർഷിയായ ജനകൻ്റെ കൊട്ടാരക്കെട്ടിൽ ആത്മീയതയെയും സമന്വയിക്കുന്ന രംഗങ്ങളാണ് എവിടെ നോക്കിയാലും.
അതുകൊണ്ട് ആ പിഞ്ചു പൈതലിൻ്റെ അനുകരണങ്ങളിൽ പോലും ആ സമന്വയം പ്രതിഫലിക്കുന്നു. അങ്ങനെ ദിവ്യതയും ഭൗമികതയും സമ്മേളിച്ചതുകൊണ്ട് ഭവ്യമായ ആത്മീയതയുടെയും ലൗകികതയുടെയും പൂക്കൾ ഒരുപോലെ വിരിയുന്ന ആ ഉദ്യാനത്തിലേക്കാണ് വിണ്ണിൻ്റെ ഓമനകളായ ഇണത്തത്തകൾ എത്തിച്ചേരുന്നത്. ആകാശത്തിൻ്റെ അഥവാ ഇന്ദ്രിയ ബദ്ധതയില്ലാത്ത ആത്മീയ സ്വാതന്ത്ര്യത്തിൻ്റെ അവദാനങ്ങൾ പാടിക്കൊണ്ടാണ് അവരവിടെ എത്തിച്ചേരുന്നത്. സംസാരബദ്ധനല്ലാത്ത രാജാവിൻ്റെ കൊട്ടാരപ്പൂവാടിയിൽ അവർക്ക് യാതൊന്നും ആശങ്കിക്കേണ്ടതില്ല. എന്നാൽ പിന്നീട് സംഭവിച്ചത് മുൻപറഞ്ഞ സമന്വയത്തിന് വിരുദ്ധമായ ഒന്നാണല്ലോ. കയ്യിലാക്കേണം ഇവറ്റിനെ എന്ന് രാജകുമാരി മൊഴിഞ്ഞപ്പോഴേക്കും പരിചാരകർ ആഗ്രഹം സാധിപ്പിക്കുകയായി. താനിത് ചൊന്നപ്പോഴേക്കും ഹാ മറ്റെന്തു വാനിൽ പറക്കുന്ന പക്ഷിയെയും മുറ്റത്ത് ശാഖിതൻ പച്ചിലയാക്കുന്നു കൊട്ടാരക്കെട്ടിലെ കാംക്ഷിതങ്ങൾ. അതോടുകൂടി സംസാരം പിന്നിട്ട മന്നൻ്റെ കൊട്ടാരത്തിൽ സംഭവിക്കരുതാത്തതാണ് സംഭവിക്കുന്നത്. ബന്ധനം. കുട്ടി ആ കിളികളെ ഉമ്മ വെച്ചു, തലോടി. എൻ്റെ ഈ പട്ടുനൂൽ തത്തയേക്കാൾ ഇവളെത്ര നന്നെന്ന് പുകഴ്ത്തി. പാലും പഴവും നൽകി സൽക്കരിച്ചു. എങ്കിലും അവ ഭീതി പൂണ്ട് അന്യോന്യം നോക്കി. ഇന്ദ്രിയ സുഖങ്ങളഞ്ചും അവയ്ക്ക് കിട്ടുന്നു. സീതയുടെ കനിവേറിയ വാക്കുകൾ കേൾക്കുന്നു. അവളുടെ സ്പർശനാദികൾ അനുഭവിക്കുന്നു. എന്നാൽ ഈ സുഖങ്ങൾ അവയ്ക്ക് ബന്ധനങ്ങളാണ്. ബദ്ധതയോടുകൂടിയ സുഖങ്ങളൊന്നും സ്വാസ്ഥ്യം നൽകുന്നില്ല. ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. സ്വർണ്ണക്കൂട്ടിലാണെങ്കിൽ പോലും എന്താണ്, സ്വർണ്ണക്കൂട്ടിലടച്ചാലും അവിടെ സ്വാതന്ത്ര്യമില്ല, അത് ബന്ധനം തന്നെയാണ് എന്നതിന് മോചനത്തിലേക്ക് വെമ്പിക്കുതിച്ചുകൊണ്ടിരുന്ന ഒരു ജനതയുടെ ഒട്ടാകെയുള്ള അഭിലാഷത്തെ ധ്വനിപ്പിക്കാൻ കരുത്തുണ്ടായി. പക്ഷേ ആ കാവ്യഭാഗത്തെ ബലത്താക്കുന്നത് ബദ്ധതയിൽ നിന്നുളവാകുന്ന ഏത് അസ്വാസ്ഥ്യവും ജീവിതത്തെ ശബ്ദമാക്കുന്നു. ശാപം ശാപത്തെയും താപം താപത്തെയും പുനർജനിപ്പിക്കാതിരിക്കുകയില്ല. സീത കിളികളെ കൂട്ടിലിട്ടുവെന്നും അവയിലൊന്ന് ചത്തുപോയെന്നും ഇണപ്പക്ഷി സീതയെ ശപിച്ചുവെന്നുമുള്ള പത്മപുരാണ കഥ കിളിക്കൊഞ്ചലിൽ വിസ്തരിച്ചുപന്യസിച്ചിട്ടില്ലെങ്കിലും കൃതിയുടെ പര്യവസാനത്തിലുള്ള കുട്ടിയോ കെട്ടിപ്പിടിച്ചത് മാതൃകണ്ഠം എന്ന സൂചനയിലൂടെ ധ്വനിപ്പിച്ചിട്ടുണ്ട്. ആത്മീയ ലൗകികതകളെ സമന്വയിപ്പിക്കലൂടെയല്ലാതെ ജീവിതത്തിൽ പരമ വിജയം സാക്ഷാത്കാരക്ഷമമല്ല എന്ന കവിദർശനം സൂക്ഷ്മമായിട്ടാണെങ്കിലും സുവ്യക്തമായി ധ്വനിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും സമന്വയം പരാജയപ്പെടുമ്പോഴുണ്ടാകുന്ന ദുരന്തം കവിതയുടെ ധ്വനികളിലൊന്നായി മാത്രം വർത്തിച്ചാൽ മതിയെന്നും വാത്സല്യത്തിൻ്റെ ലാളിത്യ ലാവണ്യ മാധുര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തേ മതിയാവൂ എന്നും നിശ്ചയിച്ചത് വള്ളത്തോളിൻ്റെ അഭിരുചി വിശേഷത്തിനനുഗുണം തന്നെ. ബ്രാക്കറ്റിൽ എന്താ കൊടുത്തിരിക്കുന്നത്? രാമൻ സീതയെ വേൾക്കുമെന്ന് പാടിയ തത്തയോട് വേളി എന്തെന്നറിയാത്ത കുട്ടിക്ക് തോന്നുന്ന ശിശുസഹജമായ ഈർഷ്യയെ ധ്വനിപ്പിക്കാൻ അത്തത്ത എന്തസത്താണമ്മേ എന്ന് അസത്തുപദം പ്രയോഗിച്ചതിൽ അനൗചിത്യം ശങ്കിച്ചവരുണ്ട്. വക്താവിൻ്റെ ഭാവത്തിനും വക്താവ് ഏത് സംസ്കാര തലത്തിൽ നിൽക്കുന്നുവോ അതിനും ഇണങ്ങണം വാക്കുകൾ. അത്രയും ഒത്താൽ ഔചിത്യമൊത്തു. ഇവിടെ ബാല്യസഹജമായ ഈർഷ്യയ്ക്കും തത്ത വല്ലാത്തൊരു തെറ്റാണ് ചെയ്തതെന്നും കുട്ടിക്കുള്ള തോന്നലിൽ നിന്നുളവാകുന്ന ഭർസനത്തിനും യോജിക്കാത്ത ഒരു പദമല്ല അത്. ജീവിതത്തിൻ്റെ മൗലിക ദുഃഖാത്മകതയിലും ദുരന്ത പ്രകൃതിയിലും എപ്പോഴും കണ്ണു ചെല്ലുന്ന ഒരു കവിയായിരുന്നെങ്കിൽ ഈ പ്രമേയത്തെ അവതരിപ്പിക്കുക പത്മപുരാണ കഥയുടെ പുനരാഖ്യാനമായിട്ടായേനെ. അത്തരം അവതരണം കൂടുതൽ ആകർഷകമാകുമായിരുന്നു എന്നും മറ്റും പറയുന്നതിനർത്ഥമില്ല. ശൈശവ നിഷ്കളങ്കതയുടെ പ്രകാശവും മാധുര്യവും കിളിക്കൊഞ്ചലിനെ അനുപമ സുന്ദരമാക്കിയിരിക്കുന്നു. ഈ പാഠഭാഗം മറ്റ് പാഠഭാഗങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഇത് ക്രിറ്റിസിസമാണ്, നിരൂപണം പാഠമാണ്. കിളിക്കൊഞ്ചൽ എന്ന പാഠഭാഗത്തെ കവിതാഭാഗത്തെ ഡോക്ടർ എം ലീലാവതി നിരൂപണം ദൃഷ്ട്യ ഇതിനെ വിശകലനം ചെയ്യുന്നതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് എന്നല്ല, പെട്ടെന്ന് വായിക്കുന്നവർക്ക് ഇതിൻ്റെ വാക്കുകളുടെ ആ കഠിനതയും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഭാഷാപ്രയോഗമാണ്. നിരൂപണ സാഹിത്യത്തിൽ
അങ്ങനെയാണ് നമ്മളൊരു കാവ്യം വായിച്ച് ഒരു കഥ വായിച്ച് കേൾക്കുന്ന ഒരു ആസ്വാദ്യത നിരൂപണ സാഹിത്യകൃതികളിൽ ഉണ്ടാവില്ല. അതായത് അതിനെ വളരെ സൂക്ഷ്മമായിട്ട് നിരൂപണ ദൃഷ്ട്യ അതിൻ്റെ ഗുണമോ ദോഷമോ ആയിട്ടുള്ള കാര്യങ്ങളെ കണ്ടെത്തി അതിന് ഒരു സ്വാഭിപ്രായത്തിലൂടെ ഒരു പുനരാഖ്യാനം ചെയ്യുകയാണ് നിരൂപണ സാഹിത്യകൃതികൾ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് കൂട്ടുകാർ വിഷമിക്കണ്ട, പാഠഭാഗം കേൾക്കുക, പാഠാപഗ്രഥനം കേൾക്കുക, അതിനുശേഷം ഇതിന് വരുന്ന വിലയിരുത്തൽ ചോദ്യങ്ങൾ, അവധാരണ ചോദ്യങ്ങൾ, അപഗ്രഥന ചോദ്യങ്ങൾ, അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയാൽ അത് പഠിച്ചു പോവാം. ഓക്കെ.